hello, welcome back to my channel. വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഈവനിങ് വ്ലോഗ് വീഡിയോ ആണ്. ഈവനിങ് വ്ലോഗ് വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ സ്റ്റാറൊക്കെ വീട്ടിലിട്ടിട്ട് നമ്മൾ വിളക്കുമൊക്കെ കത്തിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കാര്യം ഞാനും അമ്മയും കൂടിയാണ് അമ്പലത്തിൽ പോയത്. പിന്നെ നമ്മൾ വിളക്ക് കെടുത്തിയൊന്നും വെച്ചില്ല, അച്ഛൻ ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛൻ കെടുത്തി വെച്ചോളും. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ റോഡിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മൾ അമ്പലത്തിനകത്തേക്ക് കയറുവാണ്. ദീപാരാധന ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ മണി അടിക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിന് പുറത്തും അകത്തായിട്ട്. അപ്പോൾ നമ്മൾ വേഗം തന്നെ അകത്ത് കയറി തൊഴുത് പ്രാർത്ഥിച്ചു. അമ്മയാണ് കേട്ടോ ചുരിദാറിട്ടുണ്ട് ഫ്രണ്ടിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ അധിക സമയം പുറത്തുനിന്ന് വീഡിയോ എടുത്തില്ല, പെട്ടെന്ന് തന്നെ അകത്ത് കയറി. കാരണം ടൈം ആയിട്ടുണ്ടായിരുന്നു ദീപാരാധനയുടെ. അങ്ങനെ നമ്മൾ അകത്ത് കയറി തൊഴുതും എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ അവിടെയൊക്കെ നിന്നു. അതിൽ മീനുണ്ട് കേട്ടോ. അപ്പം മീനിനെ കാണാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ രാത്രി ആയതുകൊണ്ടായിരിക്കും മീനിനെ ഒന്നും കണ്ടില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം താലപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മണ്ഡലകാല തുരത്ത് തുടങ്ങിയിട്ട് ഇത് ലാസ്റ്റ് അവസാനിക്കുന്ന ടൈമിൽ നിന്ന് തൊട്ട് മുൻ ദേശീയതാലപ്പിലേക്ക് തൊട്ടേറ്റ് അവസാനം ദേശീയതാലപ്പിയാണ്. അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ ചേട്ടന്മാർ അടുത്ത് താലപ്പിലാണ് ഇത്. അപ്പം അവരുടെ താലപ്പിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. 3 ഗരുഡനുണ്ടായിരുന്നു. അങ്ങനെ ഗരുഡൻ വെയിറ്റും കാര്യങ്ങളൊക്കെ അത് അവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഈ അമ്പലത്തിനകത്തേക്ക് ഈ താലപ്പിൽ വന്നത് കയറണമെന്നുണ്ടെങ്കിൽ വെളിച്ചപ്പാടും പിന്നെ അമ്പലത്തിനകത്തുനിന്ന് ഒരു ദീപം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ എന്താ വരവേറ്റ് കൊണ്ടുപോകുന്ന പോലൊരു സംഭവമുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ അമ്പലത്തിനകത്തേക്ക് താലപ്പിൽ കയറത്തുള്ളൂ. അപ്പം അങ്ങനെ ആ പരിപാടിയാണ് നമ്മൾ കുറച്ച് മുന്നേ കണ്ടത്. അങ്ങനെ അമ്പലത്തിനകത്തേക്ക് താലപ്പിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഇതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. കുറേ താലവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാ ചേച്ചിമാരും എല്ലാവരും വന്നിട്ട് സെറ്റ് സാരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അമ്പലത്തിനകത്തേക്ക് താലം കയറി. ഇതാണ് നടപ്പന്തൽ. അപ്പോൾ ഈ നടപ്പന്തലിൽ വന്നിട്ടാണ് ഗരുഡൻ ബൈറ്റുന്നത്. കുറേ നേരം ബൈറ്റ് കിട്ടും. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ ഗരുഡൻ അമ്പലത്തിനകത്ത് കയറി പ്രാർത്ഥിച്ച് ദേവിയുടെ അടുത്ത് പ്രാർത്ഥിച്ച് തൊഴുത് ദേവിയുടെ അകത്തുനിന്ന് ദേവിയുടെ ഒരു മാല, ചിലപ്പം ഒരു ഗരുഡനൊക്കെ അല്ലെങ്കിൽ 2 ഗരുഡനൊക്കെ ആണെങ്കിൽ ഒരു മാല ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മാല എടുത്തിട്ട് ഇങ്ങനെ 3ആയിട്ട് എന്താ മുറിച്ചിട്ട് എന്തോ ഇങ്ങനെ അവരുടെ കഴുത്തിലുള്ളൊരു മാല പോലത്തെ സംഭവമുണ്ട്. അതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊളുത്തി വെക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവർ വന്നിട്ട് ഈ നടപ്പന്തലിൽ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 3 ഗരുഡൻ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ 3 ഗരുഡനും അത്യാവശ്യം നല്ല രീതിക്ക് ഫൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ആൾക്കാരിങ്ങനെ കൂടി തിങ്ങി നിന്നുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ തന്നെ മറ്റേ കൂത്തമ്പലം പോലൊരു അമ്പലമുണ്ട്, അതിൻ്റെ മേളിൽ കയറി നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടെടുത്തത്. പക്ഷെ എന്നിട്ടും നമുക്ക് അത്രയും ക്ലിയറായിട്ട് നല്ല രീതിക്ക് അങ്ങ് എടുക്കാനോ ഒന്നും പറ്റിയില്ല. പിന്നെ ഇത് കുറേ നേരം ഉണ്ടായിരുന്നു. ഈ ഫൈറ്റ് ഒത്തിരി നേരം ഉണ്ടായിരുന്നു. അതിന് അവസാനം കാല് വരെ കിടക്കാൻ തുടങ്ങി. കാര്യം കാലൊക്കെ നല്ല രീതിക്ക് വേദനയും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങി. എൻ്റെ കാലാണെങ്കിൽ കാലൊരു അലർജി ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേദനയൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും അമ്മയും കൂടി കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മുടെ ആ കൂത്തമ്പലം ഞാൻ ഇതിൻ്റെ മേളിൽ നിന്ന വീഡിയോ എടുത്തു. അപ്പോൾ അതിൻ്റെ താഴെ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ പോകുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ടാ.